ബീഫ് ഒരു പൊട്ട ഫുഡാണ്. ലെറ്റ് മീ എക്സ്പ്ലെയിൻ. എൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു 4-5 വർഷം പഠിച്ച കാര്യം 100% അന്ധമായിട്ടുള്ള ഒരു വിശ്വസിക്കലും പഠിച്ച ആ ഒരു സിലബസിൻ്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല എന്നുള്ളതും അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ ശ്രമിക്കാത്തതുമാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ഒരാൾ പ്രീ ഡയബറ്റിക് ആയിട്ട് ഒരു ഡോക്ടറിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ നിങ്ങൾ ആദ്യം കൊടുക്കുന്നത് മെഡിസിനാണ്. ഇവൻ നല്ലൊരു ഡയറ്റ് പ്ലാനോ അല്ലെങ്കിൽ ആ ഒരു ഷുഗർ ഡയറ്റിലൂടെ മാത്രം മാനേജ് ചെയ്യാൻ പറ്റുമെന്നുള്ള അവരെ നിങ്ങൾ പഠിപ്പിക്കണില്ല. നിങ്ങൾ ആദ്യം മെഡിസിൻ കൊടുക്കും, ഇപ്പം ഇതിൽ പോട്ടെ എന്ന് പറയും. ചിലർക്ക് 1 കൊടുക്കും, ചിലർക്ക് 2 എണ്ണം കൊടുക്കും. എന്നിട്ട് അതിന്മേൽ അയാൾ ഒരു 4 വർഷം മെഡിസിനിൽ പോകും. ആ ഒരു 4 വർഷങ്ങൾക്ക് മെഡിസിൻ സെല്ലാവും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 10-20 വർഷം അയാൾക്ക് ഇൻസുലിൻ ആയിരിക്കും കൊടുക്കുന്നുണ്ടാവുക. ആ ഒരു കാലഘട്ടത്തിൽ അവർ എന്താവും ആ ഒരു ഹോസ്പിറ്റലിലുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഒരു കസ്റ്റമറായിട്ട് മാറും. ഇങ്ങനെ ഓരോ അസുഖങ്ങളുമായിട്ട് ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ മിക്ക ഡോക്ടേഴ്സും ചെയ്യുന്നത് ജസ്റ്റ് മെഡിസിൻസ് മാത്രം കൊടുത്ത് ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യാതെ ആ ഒരു അസുഖത്തിന്റെ സിംറ്റംസിനെ മാത്രം കവർ ചെയ്തുകൊണ്ട് അതിന്റെ റൂട്ട് കോസിനെ ട്രീറ്റ് ചെയ്യുക, അവരെ ലൈഫ് ലോങ് ഒരു പേഷ്യൻ്റ് ആക്കി മാറ്റുന്നതിന് എതിരാണ് നമ്മൾ. അവിടെയാണ് ശരിക്കും ഫാറ്റ് ആൻഡ് പ്രോട്ടീൻ ഡയറ്റിന്റെ ഇമ്പോർട്ടൻസ് ഒക്കെ എടുക്കുന്നത്. എൻ്റെ ക്ലയൻസിന്റെ റിസൾട്ട് ഞാൻ എൻ്റെ ഹൈലൈറ്റ്സിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ ഫാറ്റ് ലിവർ റിവേഴ്സ് ആയവരുണ്ട്, യൂറിക് ആസിഡ് റിവേഴ്സ് ആയവരുണ്ട്, പ്രീ ഡയബറ്റിക് റിവേഴ്സ് ആയവരുണ്ട്, PCOD PCOS റിവേഴ്സ് ആയവരുണ്ട്. ഇതൊക്കെ ഹൈ ഫാറ്റ് ഹൈ പ്രോട്ടീൻ ഡയറ്റ് ചൂസ് ചെയ്തിട്ട് മാത്രമാണ് ഈ ഒരു കണ്ടീഷൻസ് ഒക്കെ റിവേഴ്സ് ആയത്. അവരൊന്നും ഇനി കൂടുതൽ കാലം രോഗികളല്ല. അതിൽ യൂറിക് ആസിഡ് ഉള്ളവർ 4-5 വർഷത്തോളം മെഡിസിൻസ് എടുത്തിട്ട് പിന്നെ ഡയറ്റ് കൊണ്ട് 1-2 അല്ലെങ്കിൽ 3 മാസം കൊണ്ട് റിവേഴ്സ് ആയവരുണ്ടായിരുന്നു. അവരുടെ വിചാരം ഡോക്ടേഴ്സ് അവരോട് പറഞ്ഞ് കാലാകാലം ഈ മെഡിസിൻ എടുക്കണം എന്നുള്ളതാണ്. അതിൽ PCOD അല്ലെങ്കിൽ PCOS ഉള്ളവരോട് ഞാൻ വെയിറ്റ് ലോസിനെ കുറിച്ച് ഒരു വാക്ക് പോലും മിണ്ടാതെ തന്നെ അവരുടെ ഹോർമോൺസ് ബാലൻസ് ചെയ്തിട്ട് ആ PCOD അല്ലെങ്കിൽ PCOS റിവേഴ്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. PCOS, യൂറിക് ആസിഡ് അല്ലെങ്കിൽ പ്രീ ഡയബറ്റിക്, ഇതിനൊക്കെ നിങ്ങൾ ജസ്റ്റ് മെഡിസിൻസ് ആണ് അവർക്ക് കൊടുക്കണത്. ഇവൻ അവരുടെ ഡയറ്റ് പോലും ചേഞ്ച് ചെയ്യുന്നില്ല. ഇനിയിപ്പോൾ അവരോട് ഡയറ്റ് ചേഞ്ച് ചെയ്യാൻ പറഞ്ഞാലും നിങ്ങൾ പറയും ഫാറ്റ് അവോയ്ഡ് ചെയ്യണം, റെഡ് മീറ്റ് അവോയ്ഡ് ചെയ്യണം, എന്നിട്ട് ജിമ്മിൽ പോകണം, വെയിറ്റ് ലോസ് ചെയ്യണം എന്നുള്ളത്. ആക്ച്വലി ഇതിൻ്റെ റീസൺ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ്. ഇൻസുലിൻ റെസിസ്റ്റൻസ് വരുന്നത് ഈ ഹൈ കാർബോഹൈഡ്രേറ്റ് ഇൻടേക്ക് കൊണ്ടാണെന്നുള്ളത് നിങ്ങൾ പറയുന്നില്ല. അവരുടെ കാർബോഹൈഡ്രേറ്റ്സ് ഇൻടേക്കിനെ നിങ്ങൾ റെസ്ട്രിക്ട് ചെയ്യുന്നില്ല. ഞാൻ എൻ്റെ വീഡിയോയിലെ സിനിമ പാട്ടുകൾ യൂസ് ചെയ്യുന്നില്ല. ഇത് നല്ല വീഡിയോ ആണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് എൻ്റെ ക്ലയൻസിൻ്റെ റിയൽ ആയിട്ടുള്ള റിസൾട്ട് മാത്രമാണ് ഇതിൽ കാണിക്കുന്നത്. പിന്നെ സ്റ്റഡീസ് നോക്കുകയാണെങ്കിൽ എനിക്ക് എൻ്റെ ആശയം വെച്ചിട്ടും നിങ്ങൾക്ക് നിങ്ങളെ ആശയം വെച്ചിട്ടും വേണ്ടത്ര സ്റ്റഡീസ് ഓൺലൈനിൽ കിട്ടും. അതും എനിക്ക് ഇവിടെ ഇടേണ്ട ആവശ്യമില്ല. നമ്മളെ സമൂഹത്തിൽ 50% ആളുകൾ ഓൾറെഡി ഇൻസുലിൻ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ പ്രീ ഡയബറ്റിക് ആയി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള കൃത്യമായ വിവരം എൻ്റെ അടുത്തുണ്ട്. അവർക്കൊക്കെ ഏറ്റവും ഒപ്റ്റിമൽ ഡയറ്റ് എന്ന് പറഞ്ഞാൽ ഫാറ്റ് ആൻഡ് പ്രോട്ടീൻ ഡയറ്റ് തന്നെയാണ്. ഏറ്റവും നല്ല ഫുഡ് റെഡ് മീറ്റും ആണ്. അതിലാണ് ഏറ്റവും ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഞാനത് അത്ര കൂടുതൽ പ്രൊമോട്ട് ചെയ്യാനുള്ള കാരണം.